ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെ മനസ്സിലെ പ്ലാനിങ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി വന്നു, നമുക്ക് പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ പറ്റും, എന്നിട്ട് ഇത് കഴിയുമ്പോൾ കാർ എടുത്ത് ഓടിച്ചുകൊണ്ട് പോകാമെന്നുള്ളതാണ്. പക്ഷേ അത് ചില കുട്ടികൾക്ക് മാത്രമേ ആ ഒരു ഈ പറഞ്ഞതുപോലെയുള്ള കാര്യം നടക്കുകയുള്ളൂ. ചില കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ബാലി കയറാ മലയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അത് പെട്ടെന്ന് അവരെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ അവർ നന്നായി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവിടെ നിരാശ, വിഷമം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള സംഭവങ്ങളൊന്നും കയറി വരാൻ പാടില്ല. ഇപ്പം നിർഭാഗ്യവശാൽ ചിലർക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ സ്റ്റിയറിംഗ് ബാലൻസ് നമ്മുടെ കയ്യിൽ വരുള്ളൂ. അതുപോലെയാണ് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഗിയർ പോലെയുള്ള ഓരോ ഉപകരണങ്ങളും. ഇതെല്ലാം നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. പകരം നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ, ഇപ്പോൾ സ്റ്റിയറിങ്ങിൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ടൊരു മെത്തേഡ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മെത്തേഡ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ നന്നായി കാർ ഓടിക്കുന്ന സ്റ്റേജിലെത്താൻ കഴിയുള്ളൂ. പകരം അവർ കയ്യിൽ അല്ലെങ്കിൽ ആ സ്റ്റിയറിംഗ് പിടിക്കുന്ന ഹാൻഡ് പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് നന്നായി കാർ ഓടിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന 30 ദിവസം കൊണ്ട് കഴിയില്ല. പിന്നെ അവർ 30 ദിവസം കഴിഞ്ഞ് വേറെ ആരെങ്കിലും കൂടെ പ്രാക്ടീസിലൊക്കെ പോയി ആ ഒരു യഥേഷ്ടം കുറേ നാൾ വണ്ടി ഓടിച്ച് മാത്രമേ അവർക്ക് സ്വയം ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ആക്സിലേറ്റർ എന്ന് പറയുന്നത് പോലെ നമ്മൾ ആക്സിലേറ്ററിൽ കാല് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റിൽ കൊടുക്കുന്ന ആക്സിലേറ്റർ വളരെ സാവധാനത്തിൽ മാത്രമേ ആക്സിലേറ്റർ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ കുട്ടികൾ സഡനായി ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്തുമ്പോൾ വണ്ടി മുൻപിലോട്ട് ജർക്ക് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. വണ്ടി ചാടിയാണ് വണ്ടി മുമ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും അവരങ്ങനെ ചെയ്തു പോകുന്നു. പക്ഷേ അത് പ്രാക്ടീസിലൂടെ അവർ റെഡിയാക്കി എടുത്താൽ മാത്രമേ നമ്മൾ നാളെ ഒരു കാർ ഓടിക്കുമ്പോൾ അത് വാഹനത്തിലോ വാഹനത്തിലിരിക്കുന്ന ആളുകളിലോ അറിയാത്ത രീതിയിൽ നമുക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ചില ബസ്സിലൊക്കെ പോകുന്ന അറിയാം, ബസ് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നവരൊക്കെ ഫ്രണ്ടിലോട്ട് ചിലർ വീഴാൻ പോകും, വണ്ടി എടുക്കുമ്പോൾ പുറകിലോട്ട് പോകും. അത് തെറ്റായ രീതിയിലുള്ള ആ ഒരു ക്ലച്ച് കൺട്രോൾ അല്ലെങ്കിൽ ആക്സിലേറ്റർ കൺട്രോൾ അല്ലെങ്കിൽ ബ്രേക്കിംഗ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിവരയിട്ട് പറയുന്ന കാര്യം കഴിഞ്ഞാൽ പഠിക്കുക എന്ന് പറയുന്നത് ചില കുട്ടികളെ സംബന്ധിച്ചോളം എളുപ്പമല്ല. പക്ഷേ എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ അവർക്കും കാർ ഓടിക്കാൻ പറ്റും, എല്ലാ കുട്ടികൾക്കും കാർ ഓടിക്കാൻ പറ്റും. പക്ഷേ എളുപ്പമല്ല എന്ന് പറയുന്ന കുട്ടികൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർ കാർ ഓടിക്കുന്ന സ്റ്റേജിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അവരെത്താൻ വേണ്ടി അവർ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു സമയത്ത് എനിക്ക് ടെക്നിക്കൽ നോളജ് കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഞാൻ ആകെ വീക്കാണ് സാർ എല്ലാ കാര്യത്തിലും, അങ്ങനെയല്ല. മറ്റൊരാളിന് കഴിയുമെങ്കിൽ എനിക്കും കഴിയും. പക്ഷേ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ നന്നായി വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ക്ലാസ്സുകൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ തരുന്നുണ്ട്. കാറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും ഇവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കാലിനും കൈക്കും പിന്നെ കണ്ണിനും കാതിനും എല്ലാം ആ ഒരു പ്രാക്ടീസ് വരുത്തിയെടുക്കുക. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരേ സമയം വേഗതയിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നതാണ്. ആ ഒരു ഏകോപനം നമുക്ക് വരുന്നതിന് പ്രാക്ടീസ് അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, താങ്ക് യു.